നമ്മുടെ വണ്ടിക്ക് പവർ സ്റ്റാറിംഗ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തിരിച്ചാലും ചിലപ്പോൾ തിരിഞ്ഞോളണമെന്നില്ല. ജീപ്പിന്റെ അതേപോലെ എന്താണ് ഫീലാണ് നമ്മുടെ വണ്ടിക്ക്. നല്ല ടൈറ്റ് ഉണ്ട്. നീ എത്ര ദിവസം കൂടിയിട്ട് വരുന്നേ? 20 ദിവസം കൂടിയിട്ട് വരും. നമുക്ക് എത്ര ക്ലാസ്സായി? നമുക്കിപ്പോൾ 6ാമത്തെ ക്ലാസ്. അപ്പോൾ രണ്ടാളൊന്ന് 6ാമത്തെ ക്ലാസ്സാണ്. ഇത് നമ്മുടെ അടിവാരം തുഷാരഗിരി ചുരം ഒക്കെ പോണ വഴിയാട്ടോ. ഞങ്ങളിപ്പോൾ പുലിക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നെല്ലിപ്പൂൽ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സ്ഥലം! നമ്മളിപ്പോൾ ഏത് ഗിയറിലാണോ പോണേ? അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ ആ സ്കൂട്ടർ പമ്പിലോട്ട് കയറി കണ്ടായിരുന്നോ? അത് നമ്മൾ കാണണം കേട്ടോ. ഓക്കെ, ആ വരുന്ന ബൈക്കുകാരനെ കാണുന്നുണ്ടോ? ഒരു വണ്ടി ബൈക്കിൽ കയറിയിട്ട് കാണുന്നുണ്ടോ? ഒക്കെ ആര് കാണണം? ആ, അപ്പം നിന്റെ മനസ്സിൽ ഓർമ്മ വേണം, ഞാനിപ്പോൾ ഏത് ഗിയറിലാണ് പോണേ? ഇവിടെ നമ്മൾ നിരപ്പിന്ന് പോണ പോലെയുള്ള സ്പീഡ് മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 40ന്റെ എബോവിലോട്ട് പോകണം. കാരണം ഇതൊരു ചെറിയ കയറ്റമാണ്. എന്നിട്ടും വളവും തിരികെ വരുന്ന കൺട്രോളിങ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടെ സ്പീഡ് കുറച്ച് വരണം. അല്ലാതെ ഈ ഒരു സ്പീഡിൽ നീ നിനക്ക് ഡയറക്റ്റ് നേരെ തേരിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വണ്ടി കുത്തും. അവിടെ ആൾട്ടോ കിടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, പൊക്കോട്ടെ. അപ്പം നമ്മൾ പോവാട്ടോ. നടന്നു പോകണം. ചേട്ടനെ കാണണം. ചേട്ടൻ ചിലപ്പോൾ തിരിയും. ചേട്ടൻ്റെ കൈ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മാക്സിമം കണ്ടോ, അയാൾ തിരിഞ്ഞ് റോഡിലോട്ട് വരും. അത് നമ്മുടെ ഡ്രൈവർ കാണണം. അതേപോലെ റോഡിൽ നമുക്ക് മാക്സിമം പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് നോക്കണം. 4ാമത്തെ ഗിയറിലാണ് നീ ഉള്ളത്. 40ന്റെ എബോവ് സ്പീഡ് വേണം. ആക്സിഡൻറ്റ് കൊടുത്ത് പോകണം. അപ്പോൾ ആക്സിഡൻറ്റ് കൊടുത്ത് പോകണം. ആക്സിഡൻറ്റ് ഇനിയും കൊടുക്കണം. അപ്പോൾ വണ്ടി കിരികിരി പറയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ കാല് കൊടുത്തിട്ട് കയറ്റമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാല് കൊടുക്കാം. നേരെ മറിച്ച് അവിടെ വീണ്ടും റിസ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നീ മെല്ലെ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് ഒന്ന് ചവിട്ടി ഹോൾഡ് ചെയ്തിട്ട് നീ എങ്ങോട്ട് ഇടണമായിരുന്നു? തേടിലോട്ട് ഇടണം. ഓക്കെ, വീണ്ടും മുന്നോട്ട് നോക്കി പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കി പോവാണ്. ആ ചേച്ചീനെ നോക്കണം, ഒരു ഓണും കൂടെ അടിക്കണം. അപ്പോൾ കാല് കൊടുക്കണം. അപ്പോൾ കാല് കൊടുത്തിട്ട് കാല് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് വന്നു? പക്ഷേ അപ്പത്തേന് വണ്ടി കയറി. കയറ്റം എന്തായി? കയറി. ചിലത് കയറൂല, വീണ്ടും കയറ്റാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത്, തേരിലോട്ട് ഇട്ടേക്കണം. പിന്നെ അവിടെ വൈകി കഴിഞ്ഞാൽ പിന്നെ തേർഡിലും കയറൂല, സെക്കൻഡിലും ചിലപ്പോൾ കയറൂല. പിന്നെ എങ്ങോട്ട് കൊണ്ടുവരും? അറിയാത്തവർക്കാണെങ്കിൽ പിന്നെ ഫസ്റ്റിലോട്ട് കൊണ്ടുവരും. അപ്പം മുൻകൂട്ടി എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഇനി നമുക്ക് കീറി പോവോ? ഇല്ല. നേരെ നമ്മൾ എങ്ങോട്ട് ഇട്ടു? തേർഡിലിട്ടു. കണ്ടോ, തേർഡിൻ്റെ സ്പീഡ് കറക്റ്റായി. 10ന്റെ സ്പീഡ് എന്തായി? കുറഞ്ഞു. അപ്പോൾ ആ വളവിന് മുന്നേ നീ എന്ത് ചെയ്യണമായിരുന്നു? ഇടണമായിരുന്നു. നീ ഇവിടെ ഇച്ചിരി ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ സ്പീഡ് ഇച്ചിരി കുറഞ്ഞു. ഇനി കാല് കൊടുക്കണം. കാരണം ഈ കയറ്റം തേടി കയറണം എന്നുണ്ടെങ്കിൽ നിരപ്പിൽ 30 സ്പീഡ് മതി, ലോ 23 മതി. പക്ഷെ ഇവിടെ നമുക്കൊരു 35 എന്ത് ചെയ്യണം? വേണം. കാരണം ഇതൊരു കയറ്റമാണ്. അപ്പോൾ മുന്നോട്ട് 35 ചവിട്ടി പോകുമ്പോൾ നമ്മൾ മുന്നിൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടാവും. നിനക്ക് കിളി പോവും എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഗിയർ കുറയ്ക്കണം. ഇപ്പം നമുക്ക് കിളി പോകണ എന്തെങ്കിലും സബ്ജക്റ്റ് മുന്നിലുണ്ടോ? ഇല്ല. എന്തിനാ കൈ ഇപ്പം അങ്ങോട്ട് പോയത്? ഇതിപ്പോൾ ഏത് ഗിയറിലാണ് ഉള്ളത്? തേർഡില്. ഇപ്പം ഏത് ഗിയറിൽ ഞാൻ പോകേണ്ട കാര്യം പറഞ്ഞേ? കിളി പോകുന്നുണ്ടോ? എത്ര പള്ളികളാന്ന് നോക്കി. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു, അടുത്തിതാ ഇഷ്ടംമാതിരി പള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാലെടുത്ത് പോവാണ്. നമുക്ക് തന്നെ നമ്മുടെ വണ്ടി തന്നെ പറയും എനിക്ക് പറ്റുന്നില്ല എന്ന്. പറയുന്നുണ്ടോ ഇപ്പോൾ ഇതുവരെ? ഇല്ല. പക്ഷെ ഇനി നമുക്ക് അങ്ങോട്ട് നമുക്ക് അവിടുന്ന് റൈറ്റിലോട്ട് നമുക്ക് നമ്മുടെ ആനക്കാമ്പോയിൽ പുലിരാമ്പാറ, നമുക്ക് പുലിരാമ്പാറ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യണം? തിരിയണം. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടുന്ന് ആക്സിഡൻറ്റ് മെല്ലെ വേണ്ട പോട്ടെ. മെല്ലെ കാലെടുത്തപ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞു. ഇനി ആക്സിഡൻറ്റ് എടുത്തോ. ഇനി മെല്ലെ ക്ലച്ച് ചവിട്ടി എങ്ങോട്ട് ഇട്? സെക്കൻഡിലോട്ട് ഇട്ട് വണ്ടി മെല്ലെ എടുക്കുക. ഇച്ചിരി കൂടെ മെല്ലെ. കോട കാണുന്നുണ്ടോ നിങ്ങൾ? എന്താ സ്ഥലം നോക്കി. ഒരു രക്ഷ. ഇപ്പോഴേ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തേ. ഓക്കെ, എന്നിട്ട് നമ്മൾ വെള്ളവരെ നടുക്കത്തെ വരെ നോക്കി. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തിരിക്കരുത്. വെള്ളവരെ കയറരുത്. ഇനി തിരിച്ചോ. നമ്മുടെ ലെഫ്റ്റിലോട്ട് നോക്ക്. മതി തിരിച്ചത്. കാലെവിടെ വേണ്ട? ബ്രേക്കിൽ നോക്ക്. മുന്നോട്ട് നോക്കി. യെസ്. വീണ്ടും കാലെവിടെ വെച്ചു? ബ്രേക്കിൻ്റെ വണ്ട വെച്ചു. മുന്നിൽ എന്തേ പ്രശ്നമുണ്ടോ? ഇനി നേരെ നമുക്ക് ക്ലച്ച് ചവിട്ടാം. ബ്രേക്കിൽ കാല് വെച്ച് എന്തിനാ? ക്ലച്ച് ചവിട്ടുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടും. നേരെ എങ്ങോട്ട് ഇട്ടു? തേർഡിലിട്ടു. ഓക്കെ, പൊക്കോട്ടെ. മനസ്സിലാവുണ്ടോ? ഉണ്ടോ? എന്താ നിൻ്റെ അഭിപ്രായം ഇവിടെ വന്നതിൽ? പെട്ടെന്ന് പഠിക്കാൻ പറ്റി? വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഒച്ച ഇടുന്നതും വഴക്ക് പറയണതും നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നുണ്ടോ? ആണ്. അല്ല, ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പിയാണോ? വേറെ നമ്മുടെ മക്കളോട് എന്താ പറയാനുള്ളത്? പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ഈ അടുത്ത വീഡിയോ കാണാം. അതേപോലെ നിങ്ങളൊന്ന് ലൈക്കും കൂടെ അടിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അല്ലെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, റെഡി ആവാത്ത കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്കിത് ഇച്ചിരി കൂടെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.